കർത്താവ് അടിയേറ്റത് എന്തിനാ? നീ അടിയേക്കാതിരിക്കാൻ. കർത്താവ് നഗ്നനായത് എന്തിനാ? നീ നഗ്നനാകാതിരിക്കാൻ. കർത്താവ് നിന്ന സഹിച്ച എന്തിനാ? നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ. സ്തോത്രം. എന്നിട്ട് പറയാം, അവന്റെ അടിപ്പിണരുകളാൽ. ഇന്ന് ചിലരുടെ മേൽ യഹോവയുടെ കൈ ഇറങ്ങാൻ പോവുക. സൗഖ്യമാക്കുന്ന കരം, രോഗിയെന്ന് നിന്റെ മേലിട്ട മുദ്ര ഇന്നത്തെ ആരാധനയിൽ ദൈവം പൊട്ടിക്കുക. ഒന്ന് പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നത് എവിടാ? അത് ക്രൂശിലാ. സ്തോത്രം. കർത്താവ് അടിയേറ്റത് എന്തിനാ? നീ അടിയേക്കാതിരിക്കാൻ. കർത്താവ് നഗ്നനായത് എന്തിനാ? നീ നഗ്നനാകാതിരിക്കാൻ. കർത്താവ് നിന്ന സഹിച്ച എന്തിനാ? നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ. സ്തോത്രം. എന്നിട്ട് പറയാം, അവന്റെ അടിപ്പിണരുകളാൽ. യേശുവിന്റെ നാമത്തിൽ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക. പഴക്കം ചെന്ന ചില രോഗങ്ങൾ, മാറാത്ത ചില രോഗത്തിന്റെ ബാധകൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ചിലരുടെ മേൽ യഹോവയുടെ കൈ ഇറങ്ങാൻ പോവുക. സൗഖ്യമാക്കുന്ന കരം, രോഗിയെന്ന് നിന്റെ മേലിട്ട മുദ്ര ഇന്നത്തെ ആരാധനയിൽ ദൈവം പൊട്ടിക്കുക. ഹിസ്കിയാവെന്ന് പറഞ്ഞ രാജാവിന് രോഗം വന്നപ്പം ദൈവം പറയുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അപ്പൊ സൗഖ്യം വരുന്നത് എങ്ങനെയാ? പ്രാർത്ഥന കേട്ട് കണ്ണുനീര് കണ്ട് നിന്നെ അവൻ സൗഖ്യമാക്കും. എത്ര പേര് അതിന് ആമയും പറയും? ഈ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാർ ഈ കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷാമേതന്നെ യേശു രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയ ധാരാളം ചരിത്രമുണ്ട്. കൈവച്ച് സൗഖ്യം വരുത്തിയത്. സ്തോത്രം. ഞാൻ ഇന്നും ദൈവത്തിൻ്റെ ദൂത് പറയുക. സ്തോത്രം. യേശു ക്രിസ്തു കൈവച്ച് സൗഖ്യം വരുത്തിയച്ച് ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദം കൂടെ വായിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ലൂക്കോസിൻ്റെ സുവിശേഷം, ദൈവത്തിന് സ്തോത്രം, 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അവരെ അടുക്കൽ വിളിച്ചു യേശുവിന് ശിഷ്യന്മാരെ അയക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. അവരെ അടുക്കൽ വിളിച്ചു പറയുന്ന കാര്യമാണ്, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത കേട്ടോ, ദൈവരാജ്യം പ്രസംഗിപ്പാനും. എന്നിട്ട് അവരോട് നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും. ചിലരിപ്പോ ഒന്നേ ചെയ്യത്തുള്ളൂ, ഞങ്ങൾക്ക് വലിയ അത്ഭുത അടയാളമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ദൈവരാജ്യം പറഞ്ഞാൽ മതി. അങ്ങനല്ല പുസ്തകത്തിൽ. ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗിയെ സൗഖ്യമാക്കുക. അവരെ അയച്ചു പറഞ്ഞത്, അവരെ അയക്കുക, ദൈവം അയക്കുക. നിങ്ങൾ രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങളെ ദൈവം അയച്ചത് ഒരു പ്രസംഗം പ്രസംഗിച്ച് പിരിയാനല്ല, രോഗിയെ കണ്ടാൽ സൗഖ്യമാക്കാനുള്ള അധികാരം ദൈവം കൈമാറുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ഇന്ന് ഇതിനകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കും. മാറാ രോഗങ്ങൾ ഇതിനകത്ത് പൊട്ടി മാറും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു. മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരുടെ അവിശ്വാസത്തെ ഹൃദയ കാണിച്ച് ശാസിച്ചു താഴോട്ട് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവരോട് പറയാം, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഞങ്ങൾ ദൈവദാസന്മാർ അടുക്ക ഒരാൾ വന്നാൽ ഞങ്ങൾ അവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഈ വചനം വെച്ചാ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ. ഇപ്പൊ ചിലരൊക്കെ വിമർശകർ വേണേ ചോദിക്കും, എന്നാ നീ കൈവച്ചവരെല്ലാം സൗഖ്യമായിട്ടുണ്ടോ? അതിന് ഞാൻ യേശു അല്ലല്ലോ. മിണ്ടുന്നില്ലല്ലോ. ഞാൻ യേശു ആണോ? അല്ല, യേശുവിന്റെ വചനം പാലിക്കുന്നൊരു ദൈവദാസനാ. നീ രോഗികളുടെ മേൽ കൈവെക്കാനാ ദൂത്, സൗഖ്യം ദൈവമാ കൊടുക്കും. എന്റെ ജോലിയാ ഈ സൗഖ്യത്തെ കുറിച്ച് ഒരു കാര്യം പറയാം, 2 മേഖല പറയാം. ഒന്ന്, വിശ്വാസം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിനക്ക് വേണേ വിശ്വാസത്താൽ യേശുവിനെ തൊടാം.
2 പ്രാർത്ഥിച്ചൊരു സൗഖ്യം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാം. ഓ ജീസസ്, ഇന്നിവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ അകത്ത് വിശ്വാസം ചലിക്കണം. എത്ര പേർ ആമേൻ പറയും? വിശ്വാസം ചലിക്കണം. എത്ര പേർ വിശ്വാസം ചലിക്കണം? ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കൊച്ചു കാര്യം പറയാം. ഒരിക്കൽ സൗദി അറേബ്യയിൽ നിന്നൊരു ഫാമിലി എന്നെ ഫോൺ ചെയ്തു. അവർക്ക് 9 വർഷം പിള്ളേരില്ലായിരുന്നു. അവരുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. ആ ഹസ്ബൻഡിൻ്റെ ബ്രദർ മൂത്ത ആളുണ്ട്, ഇളയാളുണ്ട്. 2 പേരും വിവാഹിതരാ. ഒരാർക്കും പിള്ളേരില്ല. ആർക്കും പിള്ളേർ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരിക്കുക മെഡിക്കൽ സയൻസ്. അങ്ങനെ കൃപയാൽ സൗദി അറേബ്യയിൽ വെച്ച് ആ മകള് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. പക്ഷെ 3 മാസമായപ്പോൾ എന്നെ അലറിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു. പാസ്റ്റർ, ഞാൻ ചോദിച്ചു എന്താ സിസ്റ്ററെ? ഹസ്ബൻഡ് ഫോൺ വാങ്ങിച്ചു. പാസ്റ്ററെ, അവൾക്ക് പറയാനുള്ള ശക്തിയില്ല. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പല അവയവവും സ്കാനിങ്ങിലില്ല. ഡോക്ടർമാർ കളയാൻ പറഞ്ഞു. കാരണം അവർക്ക് ഇങ്ങനൊരു ചാവിളെ വളർത്തണ്ടെന്ന് വിചാരിച്ച. പക്ഷേ പാസ്റ്ററെ, ഞങ്ങൾക്ക് എന്തോ കളയാൻ മനസ്സ് വരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യമുള്ളൊരു കൊച്ചിനെ തരുമെന്ന് നിങ്ങൾ പറ. 3-ാം മാസം മുതൽ അവർ ഒരു സ്കാനിങ്ങിനും പോയില്ല. പല അസ്വസ്ഥതകൾ അവർക്കുണ്ടായി. കാരണം സ്കാൻ ചെയ്താൽ നടക്കാൻ പോകുന്ന കാര്യം, ആ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്, ആ കുഞ്ഞിന് ചെവിയില്ല, ആ കുഞ്ഞിൻ്റെ കാലുകൾക്ക് വിരലുകളില്ല, കൈക്ക് വിരലില്ല. ഇതെല്ലാം സ്കാനിങ്ങിൽ തെളിഞ്ഞ കൃത്യമായ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ അവരോട് എന്നും പറയും, അവർ കൂടെ എന്നെ വിളിക്കും. പാസ്റ്റർ എന്തോ ചെയ്യണം? ഭർത്താവിനോട് നിൻ്റെ ഭാര്യയുടെ വയറെ കൈവച്ച് പ്രവചിക്കടാ, തൊട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ തൊട്ട് സൗഖ്യമാക്കുന്നു. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി ഒരു സുഖപ്രസവം നടത്തിയപ്പം ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞു പുറത്തു വന്നു. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിന്നോട് പറയാം. ഇന്നും നീ വിശ്വസിച്ചാൽ